ഷഫീദ് റാവുത്തറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഷഫീദ്, നേരത്തെ ഉണ്ടായിരുന്നത് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരുന്നു ഷഫീദ് നേരത്തെ നൽകിയത്. ഷഫീദ്, ഇപ്പോൾ നമ്മൾ ഷഹദ് ഉണ്ടായിരുന്നത് ഒരു അച്ഛൻ്റെ അടുത്താണ്. ആ അച്ഛന് അയാളുടെ ഇളയ മകളെ കുറിച്ചിട്ട് ഒരു വിവരവും ഇപ്പോൾ കിട്ടിയിട്ടില്ല. ഇങ്ങനെ എത്രയോ ആളുകളെ മേഖലയിലുണ്ട്. കാരണം നേരത്തെ വന്നിരുന്ന മഴ കുറച്ചൊന്ന് മാറിയിരിക്കുന്നു, മൂടൽമഞ്ഞ് മാറിയിരിക്കുന്നു, ബെയിലി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു. ദുഃഖകരമായ പല സംഭവങ്ങളും അത് ചൂരൽമലയിലും മുണ്ടക്കയിലും അടക്കം ഉണ്ടാകുന്നു. അതുമാത്രമാണ് ഇവിടെ തളം കെട്ടി നിൽക്കുന്നതെന്ന് വേണ്ടും പറയാൻ. കാരണം അത്രത്തോളം വിഷമം നിറഞ്ഞ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ തുടർ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് എന്ത് തീരുമാനം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും. ഇന്ന് വൈകുന്നേരത്തോടു കൂടി റിട്ടയർഡ് ജനറൽ മേജർ ജനറൽ ഇന്ദ്രബാലൻ വയനാട്ടിലേക്ക് എത്തി അദ്ദേഹം കാര്യങ്ങൾ പഠിക്കും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഡ്രോൺ പരിശോധന നടക്കും. അട്ടമലയിലും മുണ്ടക്കയിലും ചൂരൽമലയിലും ഉൾപ്പെടെ ഈ ഉരുണ്ടുകൂടിയിരിക്കുന്ന മണ്ണിന് താഴെ മനുഷ്യരുണ്ട് എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടം. കാരണം അവർ പുറത്തുവിട്ട കണക്കുകൾ അത് നിലവിലിപ്പോൾ മൃതദേഹം ലഭിച്ചവരുടെ കണക്കുകളുമായി ക്രോസ് മാച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മണ്ണിനടിയിൽ കിടക്കുന്നവർ, പാറയ്ക്കുള്ളിൽ കുടുങ്ങിയവർ, വീടടക്കം പൊളിഞ്ഞു വീണ് അതിനകത്ത് കുടുങ്ങിയവർ, ഇവരെ അടക്കം വലിയ തരത്തിൽ അല്ലെങ്കിൽ ഇവരെ അടക്കം പുറത്തെത്തിക്കാൻ വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തന ദൗത്യം അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഏതായാലും വളരെ പണിവിട്ടുകൊണ്ട് ബെയിലി പാലം അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവർ പറയുന്നുണ്ട്. ഇനി ഏതാണ്ട് കുറച്ച് മീറ്ററുകൾ മാത്രമാണ് ഇതിൻ്റെ കൈവരി അങ്ങോട്ടേക്ക് എത്തേണ്ടത്. ബാക്കി പ്ലാറ്റ്ഫോമുകളൊക്കെ ആയിക്കഴിഞ്ഞു. ഇനി ഈ പ്ലാറ്റ്ഫോമിന് മുകളിലേക്ക് ഇരുമ്പ് ഷീറ്റുകൾ വിരിക്കണം. അങ്ങനെയാണ് അപ്പുറത്തേക്ക് പോവുക. ആ പ്രവൃത്തി ഇവിടെ പുരോഗമിക്കുന്നു. നമുക്കറിയാം അവരുടെ ഒരു ഹാർഡ് വർക്ക് എന്തോരമാണെന്ന്. അത്രയധികം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് അവർ. മാത്രമല്ല ഇവിടേക്ക് ഈ സഹപ്രവർത്തകരെയും കൊണ്ടുവരുന്ന അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരെയും കൊണ്ടുവരുന്ന ബസ്സുകളടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. അവരും കാര്യമായി നല്ല കാര്യങ്ങൾ അത് നാടിനു വേണ്ടി ചെയ്യുന്നുണ്ട്. ആ രീതിയിലേക്ക് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നു. നിലവിലിപ്പോൾ മഴയില്ല, പക്ഷേ മുകളിൽ നിന്ന് കുത്തിയൊലിച്ച് വരുന്ന ആ വെള്ളത്തിന് ഇച്ചിരി ഒഴുക്ക് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പുരോഗമിക്കുന്നത്. കാശ്മീർ ഈ പാലത്തിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർണ്ണമായി ആവുന്നുണ്ട്. ഒരു 60-64% രാവിലെ തന്നെ ആയിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ബെയിലി പാലം തുറന്ന് അങ്ങോട്ടേക്ക് ഭാരവാഹനങ്ങൾ കടത്തിവിട്ടു, ഭാരവാഹനങ്ങളല്ല അതിനുവേണ്ടിയുള്ള യന്ത്രസാമഗ്രികൾ കടത്തിവിട്ടുണ്ട്, വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ കടത്തിവിട്ടുകൊണ്ട് അവിടെ ദൗത്യം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദിവസം നമ്മൾ നോക്കേണ്ടത് ആശങ്കാപൂർവ്വമോ പ്രത്യാശാപൂർവ്വമോ നോക്കേണ്ടത് ഈ മുണ്ടക്കയിലേക്കാണ്. രണ്ടാമത് ചാലിയാർ പുഴയിലേക്കും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്കും തന്നെയാണ്. മേപ്പാടി MCHലേക്ക് അല്പസമയത്തിന് അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൊബൈൽ ഫ്രീസറിലാക്കിയ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്കൊക്കെ വിട്ടുകൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി തന്നെ വിട്ടുകൊടുത്ത് തുടങ്ങുന്നു. അധികം അവിടെ കാര്യങ്ങൾ ലേറ്റാക്കുന്നതേ ഇല്ല. കാര്യങ്ങൾ വളരെ ഏകോപിതമായ രീതിയിൽ, സംയോജിതമായ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരൊറ്റ സെക്കൻഡ് പോലും പാഴാക്കാതെയുള്ള രക്ഷാദൗത്യം അങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ മുന്നോട്ടേക്ക് പോകുന്ന നമ്മൾ 2 ദിവസമായി കാണുകയാണ്. ഇന്നലെയും സമാനമായ കാഴ്ച. ഇന്നലെ രാവിലെ 6 മണി മുതൽ രാത്രി ഏറെ വൈകി തുടർന്ന രക്ഷാദൗത്യം ഏറ്റവും ഒടുവിൽ അവിടെ നിൽക്കാൻ കഴിയാത്തവണ്ണം പെരുമഴ പെയ്തപ്പോൾ മാത്രമാണ് അവിടെ ആ മേഖല, ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന മേഖല ഇപ്പോഴും ഉരുൾപൊട്ടൽ ഭീതിയിലൊക്കെയാണ്. അത് അവിടെ രാത്രി നിൽക്കൽ അപകടകരമാണ്. ഇന്നലെ ഫയർഫോഴ്സിൻ്റെ ദൗത്യ സംഘ നേതാവ് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, അവിടെ റെസ്ക്യൂവേഴ്സിൻ്റെ അല്ലെങ്കിൽ റെസ്ക്യൂ പ്രവർത്തകരുടെ ജീവൻ അപകടത്തിലാക്കി അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പരമാവധി അവിടെ നിന്നു. അതിനുശേഷമാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പോഴും തുടരുകയാണ് ആ രക്ഷാദൗത്യം. അതേപോലെ തന്നെ